കൈകളിലോ കാലുകളിലോ ചിക്കൻ സ്കിൻ പോലെ ചെറിയ ചെറിയ കുരുക്കൾ കാണാറുണ്ടോ? ചർമ്മം വരണ്ടതായും പരിപരുത്തതായും തോന്നാറുണ്ടോ? മോയ്സ്ചറൈസർ പുരട്ടിയിട്ടും സ്ക്രബ് ചെയ്തിട്ടും കുറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അത് സാധാരണ ഡ്രൈ സ്കിൻ ആകണമെന്നില്ല. അത് ചിക്കൻ സ്കിൻ അഥവാ കെരാറ്റോസിസ് പൈലറിസ് ആയിരിക്കാം. എന്താണ് കെരാറ്റോസിസ് പൈലറിസ്? എന്തുകൊണ്ടാണ് അത് വരുന്നത്? എങ്ങനെ അത് കുറയ്ക്കാമെന്ന് പറഞ്ഞു തരാം. ചിക്കൻ സ്കിൻ അഥവാ കെരാറ്റോസിസ് പൈലറിസ് എന്നത് അപകടകരമല്ലാത്ത വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ക്രോണിക് സ്കിൻ കണ്ടീഷനാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? ചർമ്മത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ മുടി വളരുന്ന ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾസിൽ പോയി അടിഞ്ഞു കൂടുന്നതാണ് പ്രധാന കാരണം. ഇതിന്റെ ഫലമായി ചെറിയ ചെറിയ കട്ടിയുള്ള കുരുക്കൾ ഉണ്ടാകുകയും ചർമ്മം ചിക്കൻ്റെ സ്കിൻ പോലെ പരുപരുത്തതായി തോന്നുകയും ചെയ്യും. സാധാരണയായി കൈകളുടെ പുറം ഭാഗം, തുടകൾ, കാലുകൾ, നിതംബം, അതേപോലെ ചിലർക്ക് കവിളുകളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ചിലർക്ക് ഇത് ചുവന്ന കുരുക്കളായിട്ട്, ചിലർക്ക് തവിട്ട് നിറമോ കറുത്ത നിറമോ ഉള്ള ചെറിയ കുരുക്കളായിട്ടോ അല്ലെങ്കിൽ പാടുകളായിട്ടോ ആണ് കാണപ്പെടുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർ, അലർജി അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർ, കുടുംബത്തിൽ തന്നെ ഇതേ പ്രശ്നമുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ ചർമ്മം വരണ്ടിരിക്കുമ്പോൾ ഇത് കൂടുതൽ പ്രകടമാകുന്നു. അതുകൊണ്ടാണ് ഇത് പലരും ആക്നെ, അലർജി, വിറ്റമിൻ കുറവ് അല്ലെങ്കിൽ അഴുക്കടിഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? അതാണ് എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. കെരാറ്റോസിസ് പൈലറിസ് ഒരു ക്രോണിക് കണ്ടീഷനാണ്. എന്നാൽ ശരിയായ ചികിത്സയിലൂടെ കുരുക്കൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ റഫ്നെസ് കുറയ്ക്കാനും അതേപോലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും വീണ്ടും വഷളാകുന്നത് നിയന്ത്രണത്തിലാക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിൽ ചിക്കൻ സ്കിന്നുള്ളവർ വരുന്നത് തടയാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് സോപ്പ്, ക്രീം, സ്ക്രബ് എന്നിവയൊക്കെയാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ചിക്കൻ സ്കിൻ പോലുള്ള ചെറിയ കുരുക്കളുണ്ടോ? കമൻറ്റിൽ എഴുതും. ചിക്കൻ സ്കിൻ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യും.